വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ച ഇന്ന് നടന്നിരിക്കുകയാണ്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ സന്ദർശിച്ചു. തലശ്ശേരി ബിഷപ്പ് ഹൗസിലായിരുന്നു ഈ കൂടിക്കാഴ്ച. ഷാഫി പറമ്പിൽ എംപിയും കൂടെ ഉണ്ടായിരുന്നു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. അതുപോലെ തന്നെ അപ്രകാരമുള്ള സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഹൃദ്യമായ പങ്കുവയ്ക്കലുകൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്രകാരം ഒരു സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലായിരുന്നു ഇത്. ഇതിനകത്ത് രാഷ്ട്രീയമോ മറ്റ് ലക്ഷ്യങ്ങളോ ഒന്നും ഈ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായി കാലത്തൊരു ആഗ്രഹമാണ്. ഞാൻ പലപ്പോഴും തലശ്ശേരിക്ക് വരുമ്പോഴും ഞങ്ങൾ പരസ്പരം ആഗ്രഹം പഠിപ്പിക്കാറുണ്ട് ഞങ്ങളുടെ ആളുകളുമായിട്ട്. പക്ഷെ ഇന്നാണ് ഇപ്പോൾ അതിനൊരു അവസരം കൈവന്നത്. പ്രാഭാനി പിതാവിൻ്റെ കൂടെ ഒരു പ്രാതൽ കഴിക്കാൻ അദ്ദേഹം പിന്നെ ക്ഷണിക്കുകയുണ്ടായി. ഞാനേതായാലും തലശ്ശേരിയിലുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നു. ഒരു സൗഹൃദ സന്ദർശനം. അതിലുപരിയായിട്ട് എപ്പോഴും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ ആവശ്യമാണല്ലോ. നമുക്ക് എങ്ങനെയെല്ലാം സമൂഹങ്ങളെ അടുപ്പിക്കുവാൻ കഴിയുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ക്രൈസ്തവ സഭകൾ, ക്രൈസ്തവ വിശ്വാസികളാകെ UDF കൈവിടുന്നു. പരമ്പരാഗതമായി UDF പിന്തുണച്ചിരുന്നതാണ്. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം ഉൾപ്പെടെ അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാറിയ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതിനിടയിൽ പാംപ്ലാനി പിതാവിന്റെ പ്രസ്താവന വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. റബ്ബർ വില ഉയർത്തുകയാണെങ്കിൽ വേണ്ടി വന്നാൽ BJP പിന്തുണയ്ക്കുമെന്നടക്കമുള്ള പ്രസ്താവന. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, മുനമ്പം വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അപ്പം സമരപന്തലിലൊക്കെ പാംപ്ലാനി വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചില്ല. അത് സ്വാഭാവികമായും ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ പാംപ്ലാനിയെ ബിഷപ്പിനെ കാണുമ്പോൾ അതും ഒരു ചർച്ചാ വിഷയമായി കാണും. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നതാണ് മനസ്സിലാക്കേണ്ടത്? എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക്, ഈ സന്ദർശനത്തിന്? രതീഷ്, മുൻപം വിഷയമടക്കം ഈ പറയുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്ത് ഇരുവരും സമ്മതിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. കാരണം മുൻപം വിഷയത്തിൽ UDF തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്ത് വരുന്ന സമയത്ത് വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ UDF ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനും ആ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. മുൻപ് വിഷയം മാത്രമല്ല, അടുത്തിടെയായി ഇരു സമുദായങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അല്പം അകൽച്ചയുണ്ടായി എന്ന വിലയിരുത്തലുണ്ട്. അതുകൂടി പരിഹരിക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ന് ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. തലശ്ശേരി ബിഷപ്പ് ഹൗസിൽ ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ എത്തുന്നത്. ഇരുവരും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചു. ഒപ്പം തന്നെ കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവച്ചു. അതിനുശേഷമാണ് ഏതാണ്ട് 20 മിനിറ്റോളം നീണ്ടു നിന്ന കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട സാദിഖ് അലി തങ്ങളും ഒപ്പം തന്നെ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കിയത് ഈ കൂടിക്കാഴ്ച കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നതാണ്. ഇതുപോലുള്ള കൂടിക്കാഴ്ച ഇനിയും ആവശ്യമാണ് എന്ന് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞു. അതേസമയം സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് എന്നതാണ്. ഇരു സമുദായങ്ങളും തമ്മിലുള്ള അകൽച്ച അത് പരിഹരിക്കാൻ, അത് കൂടുതലായി അടുപ്പിക്കാൻ ഇത്തരം കൂടിക്കാഴ്ചകൾ ആവശ്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായത്. ഒപ്പം തന്നെ മുനമ്പം വിഷയത്തിൽ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് ആ വിഷയത്തിൽ എത്രയും വേഗം പരിഹാരം ഉണ്ടാകണം. അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ ഈ വിഷയത്തിൽ വലിയ വെള്ളപ്പോക്ക് തുടരുന്നു എന്നുകൂടി സർക്കാരിനെ കുറ്റപ്പെടുത്തുകൂടി സാദിഖ് അലി തങ്ങൾ ചെയ്തു. ശരി, മുനമ്പം ഉൾപ്പെടെ തൊട്ടാൽ പൊള്ളുന്ന പല വിഷയങ്ങളുമുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ പോലും പാടില്ലാത്ത പലതരം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അത് പലതും മതസ്പർദ്ധ ഉൾപ്പെടെ ഉണ്ടാക്കുന്നതാണ്, ചേരിതിരിവ് ഉണ്ടാക്കുന്നതാണ്. അത്തരം ചർച്ചകൾക്കിടയിൽ മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഇങ്ങനെ മുന്നിട്ടിറങ്ങുന്നത് അത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. അത് സമൂഹത്തിൻ്റെ ആകെ പിന്തുണ ലഭിക്കേണ്ട നീക്കമാണ്. അതിനൊപ്പം പല രാഷ്ട്രീയം കൂടി ഈ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അത്തരം പ്രധാനപ്പെട്ട യോജിച്ച തീരുമാനങ്ങൾ അനിവാര്യമായി വരുന്ന കാലമാണ്.